ഇന്ന് ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. നമ്മളോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാർ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുത്തിരുന്നിങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞേക്കണം. കുറേ പേർക്കൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തേക്കണം വേറെ ആരുമല്ല, ഞങ്ങളുടെ അനിയനാണ്, ചിക്കു ആണ് കേട്ടോ കേക്ക് സ്പോൺസർ ചെയ്തേക്കണം. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ചിക്കുവിനെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം ഇങ്ങനെ ഗിഫ്റ്റുകൾ കൈമാറുന്ന ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കായിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് ഈ വെഡിങ് ആനിവേഴ്സറിക്കും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒന്നുമില്ല, ഈ പ്രാവശ്യം ക്യാഷൊക്കെ കുറവാണ്, ഒന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. എന്നോട് ഈ പ്രാവശ്യം ഒന്നുമില്ല, നമുക്കൊരു കേക്ക് ചെറുത് കട്ട് ചെയ്യാം, പിന്നെ വൈകിട്ട് ഫുഡ് വാങ്ങിക്കാം എന്ന് മാത്രമേ കേട്ടോ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഗിഫ്റ്റായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം തന്നില്ല കേട്ടോ എന്ന് ഒരാഴ്ച മുന്നേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐത്തേട്ടനെ സംബന്ധിച്ച് ഒട്ടും സമയമില്ലാത്ത ഒരാളാണ് കേട്ടോ ഐത്തേട്ടൻ. ഇതൊക്കെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്തതെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ചോദിച്ചത്. ഗിഫ്റ്റിനെ കുറിച്ചല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് കേട്ടോ ഞാൻ ആദ്യം ചോദിച്ചത്. ഭയങ്കര സന്തോഷമായി. എന്തായാലും ഐത്തേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് എന്ത് ചെറിയൊരു മിഠായി പീസ് കിട്ടിയാലും നമുക്കത് ഭയങ്കര വിലപ്പെട്ടതാണല്ലോ. അപ്പം അങ്ങനെ ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ആരും ചോദിക്കരുത് കേട്ടോ, ചേട്ടൻ ഗിഫ്റ്റ് തന്നിട്ട് എന്താ ചേച്ചി ഗിഫ്റ്റ് കൊടുക്കാത്തതെന്ന് ചോദിക്കരുത്. എനിക്കങ്ങനെ എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ വന്ന ടൈമിലാണ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതാണ് ക്യാഷായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഗിഫ്റ്റൊന്നും ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളാണല്ലോ ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നെ നമ്മൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. മന്തി ഒരുപാട് നാളായി മന്തി വാങ്ങിച്ചിട്ട്. അപ്പം ഇന്ന് വാങ്ങിക്കാമെന്ന് എത്തേണ്ട നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മന്തി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കു ഇല്ല, അതൊരു ഇടങ്ങേറ് തന്നെയാണ്. കാരണം അവനും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ കോളം അങ്ങോട്ട് തികയുള്ളൂ. എന്താ ചെയ്യുക, ജോലി സ്ഥലത്താണല്ലോ, ഇനിയിപ്പോൾ അവൻ വരട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തതിൻ്റെയൊക്കെ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേച്ചി താമസിക്കണേ. അവരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്നാണ് നമ്മൾ വിളിച്ചെണീപ്പിച്ചത്. പിള്ളേരൊക്കെ 3 പേരും 3 വഴിക്കാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു, മിഠായി കൊടുത്തു, കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.